ഇപ്പോൾ സ്പീക്കർ എൻ ഷംസീർ കൂടി ചേരുന്നുണ്ട്. ഷംസീർ, നോക്കൂ, രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ അതിന് അപ്പുറത്തേക്ക് പറയുകയാണെങ്കിൽ മികച്ച ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾക്ക് നഷ്ടമായത്. ജനങ്ങളുടെ ഏത് കാര്യത്തിലും ഓടിയെത്തുന്ന ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു കാനത്തിൽ ജമീല. താങ്കൾ എങ്ങനെ അനുശോചിക്കുന്നു? കേരള നിയമസഭയിലെ മികച്ച നിയമസഭാ സാമാജികരിൽ ഒരാളാണ് കാനത്തിൽ ജമീല. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ശ്രീമതി കാനത്തിൽ ജമീലയ്ക്ക് സാധിച്ചിരുന്നു. ഒരു പുതുക്കക്കാരിയുടെ അല്ലെങ്കിൽ പുതിയ നിയമസഭാ സാമാജിക എന്നുള്ള ഒരു പരിമിതിയും അദ്ദേഹം സഭക്കകത്ത് കാണിച്ചിരുന്നില്ല. ഒരു മുതിർന്ന അല്ലെങ്കിൽ വളരെയധികം സീനിയറായ ഒരു നിയമസഭാ സാമാജികയെ പോലെ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. സഭക്കകത്തും പുറത്തുമുള്ള ഒപ്പം മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ സഭക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രീമതി കാനത്തിൽ ജമീലയ്ക്ക് സാധിച്ചിരുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കകത്തെല്ലാം വളരെ സജീവമായി സഭക്കകത്ത് ഇടപെട്ട് സംസാരിക്കുന്ന ഒരു മികച്ച നിയമസഭാ സാമാജികയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം കുറച്ചു കാലമായി ഏതാണ്ട് ഒരു 6 മാസത്തിനടുത്ത് അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അപ്പോഴും വളരെ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ടെലിഫോണിലും മറ്റും പല ഘട്ടങ്ങളും സംസാരിക്കുമ്പം നല്ല ആത്മവിശ്വാസം വെച്ച് പ്രകടിപ്പിച്ചിരുന്നു ശ്രീമതി കാനത്തിൽ ജമീല. ഞങ്ങളോട് വളരെ ശക്തമായി തന്നെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ തീർത്തും വളരെ ഞെട്ടലോടുകൂടിയാണ് ഇന്ന് വൈകുന്നേരത്തോടെ ഞങ്ങൾ ആ വാർത്ത കേട്ടത്. കേരള നിയമസഭയിൽ ഒരു മികച്ച നിയമസഭാ സാമാജികയെ, അവർ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ ഘട്ടത്തിലെല്ലാം കോഴിക്കോടും മലബാറിനകത്തും അദ്ദേഹത്തിന്റെ ഇടം സ്ഥാപിക്കാൻ സാധിച്ച ഒരു പൊതുപ്രവർത്തകയാണ് കാനത്തിൽ ജമീല. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിൽ കേരള നിയമസഭയുടെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്.